നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അപ്ഡേഷനുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. റേഷൻ കാർഡുള്ള മുഴുവൻ ആളുകൾ നിർബന്ധമായിട്ടും വീഡിയോ കാണുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ഇപ്പോൾ ആനുകൂല്യം നിലവിലുണ്ടോ, അതുപോലെ പല കാര്യങ്ങളും സംശയം ചോദിക്കാറുണ്ട്. ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. റേഷൻ കാർഡുള്ള മുഴുവൻ ആളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾ. നമ്മുടെ വീട്ടിലുള്ള ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവരുടെ പേരുള്ള അരിയും മറ്റ് ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. വീട്ടിൽ ആരെങ്കിലും ഒരാൾ പഞ്ച് ചെയ്ത് സാധനങ്ങൾ വാങ്ങിയാൽ അവരുടെ സാധനങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അറിവില്ലായ്മ മൂലം നമ്മൾ ചെയ്യുന്ന വലിയൊരു കുറ്റമാണത്. മരണപ്പെട്ടു പോയ ആളുടെ പേരിൽ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡാണെങ്കിൽ 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കുന്നുണ്ട്. അത് സപ്ലൈ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ഓരോ കിലോ അരിക്കും 40 രൂപ വെച്ച്, അതായത് ഓരോ മാസത്തിന് 200 രൂപ വെച്ച് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. എന്നാണ് അവർ ശ്രദ്ധയിൽപ്പെടുന്നത് അന്ന് വരെയുള്ള ഫൈൻ നമ്മൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട പോയ ആളുടെ പേര് എത്രയും പെട്ടെന്ന് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, എന്നാൽ കൂടി ഫൈൻ അടച്ച് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ഓരോ മാസം കഴിയുന്തോറും നമുക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ വരികയും അത് വലിയ ബാധ്യതയായി തീരുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ 4 ചക്ര വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട് 1000 സ്ക്വയർ ഫീറ്റ് മേപ്പെട്ട് നമ്മൾ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ 2 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കാർഡ് വെള്ളയിലേക്ക് മാറാൻ നമ്മളത് സപ്ലൈ ഓഫീസിൽ നേരിട്ട് അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്നാണ് വീട് പുതിയത് എടുത്തത് അല്ലെങ്കിൽ എന്നാണ് നമ്മുടെ പേരിലുള്ള വാഹനം രജിസ്റ്റർ ചെയ്തത്, അന്ന് മുതലുള്ള നമ്മുടെ ഓരോ അംഗത്തിനും 200 രൂപ വെച്ച്, നമ്മുടെ വീട്ടിൽ 5 അംഗമുണ്ടെങ്കിൽ ഏകദേശം 200 രൂപ ഓരോ മാസത്തിനും 2000 രൂപയോളം നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കണം. അർഹതയില്ലാതെ നമ്മൾ വാങ്ങുന്ന ഓരോ സംഭവത്തിനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും. നിലവിൽ നമ്മൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകളാണ്. നമുക്ക് അർഹതയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻ്ററുകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്മൾ വാഹനം വാങ്ങിയ കാര്യം, അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്നും നമ്മുടെ വീടിൻ്റെ അളവ്, അല്ലെങ്കിൽ മരണപ്പെട്ട ആളുടെ മരണ സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങൾ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ഓൺലൈനായിട്ട് തന്നെ അത് സബ്മിറ്റ് ചെയ്യുകയും ചിലപ്പോൾ നമുക്ക് ചെറിയ ഫൈൻ അടയ്ക്കേണ്ടി വരികയും ചെയ്യും. എന്നിരുന്നാലും അത് ഫൈൻ അടച്ച് നമ്മളത് ക്ലിയർ ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് വലിയ രൂപത്തിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും. ഓരോ മാസം കഴിയുന്തോറും നമുക്ക് ഫൈനുകൾ കൂടി വരികയും ചെയ്യും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിലവിൽ ഇപ്പോൾ വെള്ള, നീല റേഷൻ കാർഡുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചുവപ്പിലേക്ക് മാറാനുള്ള അവസരമുണ്ട്. അതിനുള്ള അർഹതയുണ്ടെങ്കിൽ അവർക്ക് ചുവപ്പിലേക്ക് മാറാം. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.